വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോ. അപ്പം നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടാണ് ഇന്ന് എന്തോ ഉണ്ടാക്കുന്നത്. തക്കാളിയും കൊണ്ട് ഒരു അടിപൊളി ഒരു ഓംലേറ്റ്. അപ്പം ആ തക്കാളിയും കൊണ്ട് ഓംലേറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ തക്കാളി ഓംലേറ്റ്, അപ്പോൾ അതിനു മുമ്പായിട്ട് ഞങ്ങൾ ഇതിന് 2 വീഡിയോയുടെ മുമ്പായിട്ട് ഒരു ഗീവയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നതാണ്. അപ്പം അതിൽ പോയി പങ്കെടുക്കുക, കാണുക, വിജയിപ്പിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ തക്കാളി ഓംലേറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമ്മുടെ തക്കാളി ഓംലേറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പൊ അതിനായിട്ട് ഞങ്ങൾ 3 വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതേപോലത്തെ വലിപ്പം തന്നെ വേണം ഇത് ഉണ്ടാക്കാൻ. പിന്നെ ഒരു സവാള, പിന്നെ നമുക്ക് 2 പച്ചമുളകിന്റെ ഒരു ആവശ്യമുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ചേർക്കാൻ അത്യാവശ്യത്തിന് ഉപ്പ്, പിന്നെ 3 കോഴിമുട്ട ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്താലോ. അപ്പൊ നമുക്ക് ഇതുണ്ടാക്കി നോക്കാം. നമുക്ക് ആദ്യമേ ഈ ഉള്ളിയൊക്കെ ഒന്ന് കാര്യങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കാം. എത്രയും നൈഫായിട്ട് അരിയാൻ പറ്റും അത്രയും നൈഫായിട്ട് തന്നെ അരിയും. ഇപ്പോൾ നമ്മുടെ പച്ചമുളക് അരിയുമ്പോൾ നൈഫിന് ചെറുതായിട്ട് അരിയാൻ നോക്കണം. നമ്മൾ ഈ തക്കാളിക്കകത്ത് ഇതെല്ലാം ഉൾപ്പെടുന്ന രീതി വേണം അരിയാൻ. അപ്പം ഇത് അത്യാവശ്യം അതിൻ്റെ അകത്ത് ഇറങ്ങുന്ന രീതി ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞാൽ മതി. കണ്ടോ, ഇതേപോലെ അങ്ങ് അരിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് തക്കാളിക്കകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഫില്ലിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതായിട്ട് കണ്ടോ തക്കാളി. അപ്പം തക്കാളിക്കകത്ത് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അപ്പം അതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നിറയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഈ തക്കാളിയുടെ മേൽഭാഗം ഒന്ന് നൈഫിനൊന്ന് കട്ട് ചെയ്താൽ. അപ്പം ഈ സംഭവം കളയല്ല. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ പരിപാടികളല്ല. അപ്പം നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ അകത്ത് കുരുക്കളും പിന്നെ അതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് കളയേണ്ട ആവശ്യമുണ്ട്. ഉണ്ടോ, ഇതാണ് സംഭവം. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്താണ് ഫില്ലിങ്സ്. അപ്പൊ നമുക്ക് മറ്റേ എടുത്തു വെച്ച തക്കാളി അതും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. ആദ്യമേ മുട്ടയൊന്ന് പൊട്ടിക്കുക. അപ്പൊ പൊട്ടിക്കുമ്പോൾ ആദ്യം നമുക്ക് വെള്ളം വേണ്ടി. അപ്പോൾ മുട്ട നൈഫിനൊന്ന് പൊട്ടിക്കുക. അതിൻ്റെ മേൽഭാഗം നമുക്ക് ആദ്യം ഇതിൻ്റെ വെള്ളയാണ് ഒഴിക്കേണ്ടത്. കണ്ടോ, നമുക്ക് ഇതുപോലെ ആദ്യമേ ഇതിൻ്റെ വെള്ളയാണ് ഒഴിക്കേണ്ടത്. അപ്പം അതിനുശേഷം നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് അപ്പം അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരല്പം സവാളയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് അവസാനം ഈ മുട്ടയുടെ മഞ്ഞയില്ലേ, ആ മഞ്ഞയും കൂടി ചേർത്ത്. കണ്ടോ, അടിപൊളി. കണ്ടോ, എന്ത് കണ്ടോ. അപ്പം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സാധനമില്ലേ, ഇതിൻ്റെ ഈ അടപ്പ് കളയാതെ വെച്ചിരിക്കുന്നത് പറഞ്ഞ ഇതിന്. അപ്പം ഇതും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് മറ്റേം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. നമുക്ക് അടുത്തത് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് ഉപ്പ്, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, പിന്നെ നമുക്ക് അതിന് പച്ചമുളക്, അല്പം എരിക്ക് വേണ്ടിയാണ്. പിന്നെ നമുക്ക് 2 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, 2 ചെറിയ ജീരകം, 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 2 ചെറിയ ജീ
നമുക്ക് ആദ്യം മാറ്റി മുട്ടയുടെ മഞ്ഞ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഒന്നാക്കി വെക്കാം. കണ്ടില്ലേ, ഇതിന്റെ ഫില്ലിങ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഉരുണ്ടിരിക്കുന്ന തക്കാളി തന്നെ എടുക്കണം. നീണ്ട് എടുക്കുവാണെങ്കിൽ ഈ അടപ്പ് വെച്ച് അടക്കാൻ നേരം ഇത് ഊരിപ്പോകും. അപ്പം വല്ല ടൂത്ത് പിക്കോ ഈർക്കിലോ വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാലും മതി. അപ്പൊ നമുക്ക് റൗണ്ട് ഉള്ള എടുത്ത് അപ്പൊ അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ഇപ്പൊ ഞങ്ങൾ ഇത് ഇഡലി പാത്രത്തിൽ വെച്ചാണ് പുഴുങ്ങുന്നത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് പുഴുങ്ങുന്നത് നോക്കിയാലോ. ഇഡലി പാത്രത്തിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതിനുശേഷം എന്തോ നോക്കാം. അപ്പൊ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഓരോന്നായിട്ട് എടുത്തു വെക്കാം. അപ്പൊ മറിഞ്ഞു പോവാത്ത രീതിയിൽ എടുത്തു വെക്കണേ. മറിഞ്ഞു പോകാത്ത രീതിയിൽ. അപ്പൊ നമുക്ക് നടച്ചു വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. വാ, ഗ്യാസ് ഒന്ന് കത്തിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 8-10 മിനിറ്റ് ആവി വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മുടെ തക്കാളി ഓംലെറ്റ് കണ്ടോ, അടിപൊളി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റോളം എടുത്ത് ഞങ്ങളുടെ റെഡിയാണ്. അപ്പൊ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ കട്ട് ചെയ്യാം. വാ, നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്താലോ. ഇതേ കണ്ടില്ലേ, ഇപ്പൊ തക്കാളി ഓംലെറ്റ് അടിപൊളിയാണ്. കാരണം നിങ്ങളൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കും. അപ്പം കാരണം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു പുളിപ്പും പിന്നെ മുട്ടയുടെ രുചിയും പിന്നെ പച്ചമുളകിന്റെ എരിവും വന്നപ്പോൾ സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ ഗീവ് അവേ. അപ്പം ഗീവ് നിങ്ങൾ ഉറപ്പായിട്ടും പങ്കെടുക്കുക, വിജയിപ്പിക്കുക. അപ്പം അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഈ വീഡിയോയുടെ താഴെ തന്നെ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാവുന്നതാണ്. അപ്പം അത് പോയി പങ്കെടുക്കുക, വിജയിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു കിടിലൻ സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.